ലോക കിഡിലൻ തിയേറ്ററിക് എക്സ്പീരിയൻസ് ഉള്ള ഒരു സൂപ്പർ പടം. അതായത് ട്രൂലി ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിനെ. അതായത് മലയാളത്തിൽ ഇത് നോക്കടാ, ഞങ്ങളുടെ മലയാളത്തിൽ ഇങ്ങനത്തെ കിഡിലൻ സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേൾഡിനെ മുന്നിൽ വെച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് ശരിക്കും ലോക എന്ന് പറയുന്നത്. ആ രീതിയിൽ എടുത്തു വെച്ചിട്ടുള്ള ഒരു സിനിമ. അത് അതിന്റെ പ്ലോട്ട് കൊണ്ടാണെന്നുണ്ടെങ്കിലും, അതിന്റെ മേക്കിംഗ് ആണെന്നുണ്ടെങ്കിലും, ക്യാമറ ആണെന്നുണ്ടെങ്കിലും, എഡിറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും, സ്കോർ ആണെന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ കാസ്റ്റ് ആണെന്നുണ്ടെങ്കിലും, ഇത് എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിനിമ ആയിട്ടാണ് ശരിക്കും ലോക എനിക്ക് തോന്നിയെന്നുള്ളതാണ്. അതായത് ഈ ഒരു പടം ശരിക്കും നമ്മളിങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി വെച്ച് അല്ലെങ്കിൽ ആ എഴുത്തുകൊണ്ട് നിലനിന്ന് പോകുന്ന ഒരു പടമല്ല ശരിക്കും ഇത്. സ്ക്രിപ്റ്റ് ഉണ്ട്, സ്റ്റോറി ലൈൻ ഉണ്ട്, അഫ്കോഴ്സ് ഇറ്റ് ഇസ് ദെയർ. പക്ഷേ അതിനേക്കാൾ ഉപരി ഇങ്ങനെ സ്റ്റോറി, ഈ ഒരു സാധനം ചെയ്യുന്ന സമയത്ത് ഈ സംവിധായകന്റെ മനസ്സിലുണ്ടാവുന്ന ആ വിഷ്വൽ ഉണ്ടല്ലോ, അത് അതുപോലെ അങ്ങ് എടുത്തു വെച്ച് നമുക്ക് അങ്ങ് തന്നാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനത്തെ ഒരു സിനിമ മേക്കിംഗ് കൊണ്ട് പെർഫെക്റ്റ് ആവുന്ന, അല്ലെങ്കിൽ മേക്കിംഗ് കൊണ്ട് തിയേറ്ററിലെ ആളുകളെ ഇരുത്തുന്ന ഒരു കൈൻഡ് ഓഫ് സിനിമ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സിനിമയാണ് ശരിക്കും ലോക എന്ന് പറയുന്നത്. ഇത് മേക്കിംഗ് എങ്ങാനും ഫ്ലോപ്പ് ആയിരുന്നെങ്കിൽ, മേക്കിങ്ങിന് എന്തെങ്കിലും പാളിച്ച വന്നിരുന്നെങ്കിൽ ഇത്രയും കൺവിൻസിങ് ആയിട്ട് നമുക്ക് ഈ ഒരു സാധനം നമുക്ക് മുന്നിൽ വെച്ച് തരാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. കാരണം അങ്ങനത്തെ ഒരു സിനിമയാണ് ശരിക്കും ലോക എന്ന് പറയുന്നത്. അതായത് നമ്മൾ എത്രത്തോളം കണ്ടന്റ് റിച്ച് ആണെന്നുള്ളത് മനസ്സിലായി ഈ ഒരു സിനിമ കണ്ടപ്പോൾ എന്നുള്ളതാണ്. അതായത് എന്തോരം കണ്ടന്റ് നമുക്കുണ്ട് ഇവിടെ, അല്ലെങ്കിൽ നമുക്ക് സിനിമയാക്കാൻ പറ്റുന്നതുണ്ട് എന്നുള്ളത് നമുക്കങ്ങനെ തോന്നും. കറക്റ്റ് ഇങ്ങനെ കിട്ടും നമുക്ക്. ഇത്രയും സാധനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, ഇതിനൊക്കെ നമ്മൾ സിനിമയാക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും. അതായത് ഈ പഴയ മിത്ത് കഥകളും പഴയ മിത്ത് സ്റ്റോറീസൊക്കെ നമുക്ക് 2025 അല്ലെങ്കിൽ ഈ കറന്റ് ഇയറിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൾക്കാരൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെയുള്ള ലെവലിലേക്ക് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു സാധനമാണ് ഈ ഒരു സിനിമയിൽ എനിക്ക് കാണാൻ പറ്റിയത് എന്നുള്ളതാണ്. ഈ ഒരു പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, അതായത് നമ്മുടെ വടക്കൻ വീരഗാഥയിൽ ചന്തു എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, ചന്തു എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരിക്കും പാണന്മാർ പറഞ്ഞ് പാടിയത് എന്താണ്, ചന്തു ചതിയനാണെന്നുള്ളതാണ്. പക്ഷേ MT വാസുദേവൻ നായർ ഈ എന്താ പറയാ, ഈ നമ്മുടെ വടക്കൻ വീരഗാഥ എഴുതിയ സമയത്ത് എന്താണ് അതിന്റെ എക്സാക്ട്ലി ബിഹൈൻഡ് ദ സീൻ, എന്താണ് അതിന്റെ പാസ്റ്റിൽ സംഭവിച്ചേക്കുന്നത്, എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചേക്കുന്നത്, പുള്ളിയുടെ ഒരു ഇമാജിനേഷൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി, ഒരു മിത്തിക്കൽ സ്റ്റോറി, എങ്ങനെയാണ് അത് ഇവോൾവ് ആയേക്കുന്നത്, എന്താണ് അതിന്റെ എക്സാക്ട് റീസൺ, ശരിക്കും എന്താണ് അയാൾ എന്നൊക്കെ ഉള്ളത് കാണിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സിനിമ. അപ്പൊ അങ്ങനത്തെ ഒരു പടമാണിത്. അപ്പൊ ആ കാര്യത്തിലേക്ക് എന്താ പറയാ, കൂട്ടിവെക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇഷ്ടംപോലെ കഥകളും ഇഷ്ടംപോലെ കണ്ടന്റുകളും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. നമ്മൾ കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ഒരാൾക്കാരാണെന്നുള്ളത് ഈ ഒരു പടം കണ്ടപ്പോൾ തോന്നി. പക്ഷേ അങ്ങനെ കണ്ടന്റ് ഉണ്ടെങ്കിൽ കൂടെ അതിനെ എടുത്ത് വെക്കുന്ന രീതി, അതിനെ ആളുകളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു പടം മികച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പിന്നെ ക്യാരക്ടറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കല്യാണി പ്രിയദർശൻ, എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല കല്യാണി പ്രിയദർശൻ എന്ന് പറയുന്നത്. അതായത് നമുക്കിങ്ങനെ ഇയാളെ കൊണ്ടെടുത്താൽ പൊങ്ങുന്ന ഒരു സാധനമാണോ ഇത്? ഇയാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇയാളിത് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു തോന്നല് നമുക്ക് ഈ പടം ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു രക്ഷയില്ല, കംപ്ലീറ്റ്ലി കൺവിൻസിങ് ആണ്. അതായത് കല്യാണി പ്രിയദർശനെ കൊണ്ട് അത് പറ്റും എന്നുള്ളത് കൺവിൻസിങ് ആണെന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഒരു റീസൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഇതിന്റെ പാസ്റ്റില് ഒരു കുറച്ച് സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കുട്ടി ഒരു രക്ഷയില്ല കേട്ടോ, കിടിലനായിട്ട് ആ കുട്ടി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് എങ്ങനെയാണ് ഈ കുട്ടികളെ കൊണ്ടൊക്കെ എങ്ങനെ ചെയ്യിക്കാൻ പറ്റുന്നത്, ഇത്രയും അടിപൊളിയായിട്ട് ഇമോഷൻസ് കൊടുക്കാൻ പറ്റുന്നത് എങ്ങനെയാന്നുള്ളത് ശരിക്കും തോന്നിപ്പോയി ആ ഒരു സാധനം കണ്ടപ്പോൾ. ഞാൻ ഇതിപ്പോ AI വല്ലതാണോ എന്നുള്ളത് ഞാൻ കുറച്ച് ക്രൂഷ്യലായിട്ട് നോക്കി. പക്ഷെ AI ഒന്നും അല്ല അത്, ആ കുട്ടി കിടിലനായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള. അപ്പൊ ആ പാർട്ട് പിന്നീട് ആ ഒരു പാർട്ട് നമ്മുടെ മുന്നിൽ വെച്ച് തന്നിട്ടുണ്ടല്ലോ, അത് ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു, എന്തൊക്കെ ചെയ്യാൻ പറ്റും പറ്റില്ല എന്നുള്ളത്. പിന്നീട് അത് കല്യാണിയിലേക്ക് വരുന്ന സമയത്ത് അത് നമുക്കറിയാം, കല്യാണിനെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഓക്കെ ആണെന്നുള്ളത്. നമുക്ക് എവിടെ നമുക്കത് എടുത്താൽ പൊങ്ങാത്ത ഒരു സാധനം കല്യാണിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്നുള്ള ഒരു കൈൻഡ് ഓഫ് സാധനം നമുക്ക് കിട്ടത്തേ ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ടിപ്പിക്കലി ഇത്തരം ജോൺറയിൽ വരുന്ന ചില സിനിമകളുണ്ട്. ഇത് സൂപ്പർ ഹീറോ സിനിമ എന്നാണ് പുറത്തേക്ക് കാണുന്നുണ്ടെങ്കിലും സിനിമ കാണുമ്പോൾ നമുക്കറിയാം എക്സാക്ട്ലി എന്താണ് പറയുന്നത് എന്നുള്ളത്. പക്ഷേ എന്താ പറയുക, ടിപ്പിക്കലി ഇങ്ങനത്തെ സിനിമകൾ കാണുന്ന രീതിയിലേക്കുള്ള ഒരു ക്യാരക്ടർ പ്ലേസ്മെന്റ് അല്ല ശരിക്കും ഈ ഒരു ക്യാരക്ടറിന്. ഇനിയിപ്പോൾ നമ്മൾ സൂപ്പർ ഹീറോ എന്ന് പറയുന്നത്
ലോകത്തിൽ ഈ സൂപ്പർ ഹീറോക്ക് വന്നേക്കുന്നത് എന്നുള്ളതാണ്. അതൊരു ഒരു വ്യത്യസ്തമായ രീതിയിലാണ് അതിനെ ട്രീറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളത്. അപ്പൊ അവിടെയാണ് നമ്മുടെ ഈ നെസ്ലേന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ചില സീനുകൾ വരുന്ന സമയത്ത് നെസ്ലേനെ പ്ലേസ് ചെയ്തേക്കുന്നത് അതിനെ ഒരു ബാലൻസ് ആക്കിയിട്ടാണ്, അതിനെ ഒരു ബാലൻസ് ആയിട്ട് പ്ലേസ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയേക്കുന്നത്. നമുക്ക് അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമ്മൾ ശരിക്കും അറിയാണ്ട് നമ്മൾ ചിരിച്ചു പോകും, അങ്ങനത്തെ ഒക്കെ ചില സിറ്റുവേഷൻസ് വരുന്ന സമയത്ത്. ഇതെന്താ വെച്ചാൽ എക്സാക്ട്ലി എന്താണ് അവിടെ സംഭവിക്കുന്നത്, എന്താണ് അവിടെ സംഭവിച്ചേക്കുന്നത് എന്നുള്ളത് ഒരിക്കലും റിവ്യൂവിൽ പറയാൻ പറ്റില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ പടം പോയി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ആ എക്സൈറ്റ്മെന്റ് കിട്ടത്തില്ല. പക്ഷെ നെസ്ലൈൻ കിഡു ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷെ നെസ്ലൈൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പൊട്ടൻകളിയൊക്കെ ഉള്ള ഒരു മണ്ടനായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടർ തന്നെയാണ് ഇതിനകത്ത് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ അത് അടിപൊളിയായിരുന്നു, അത് നീഡഡ് ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള വേറൊരു കാര്യം നമ്മുടെ ചന്തു സലീം കുമാർ ചെയ്തിട്ടുള്ള ക്യാരക്ടറാണ്. അതായത് ചില സ്ഥലങ്ങളിലൊക്കെ എനിക്ക് ശരിക്കും സലീം കുമാർ സംസാരിക്കുന്ന പോലെ തന്നെയാണ് തോന്നിയെന്നുള്ളതാണ്. അത് കറക്റ്റ് അങ്ങനെ തോന്നി. അത് എന്താ പറയാ, കുറച്ചും കൂടെ സലീം കുമാറിന്റെ സൗണ്ടും കൂടെ വന്നിരുന്നെങ്കിൽ പക്ക സലീം കുമാറായിട്ട് നമുക്ക് തോന്നിയേനെ എന്നുള്ളതാണ്. സലീം കുമാർ ചില സിറ്റുവേഷനിലും കൊടുക്കുന്ന ചില മാനറിസംസും എല്ലാം നമുക്ക് എക്സാക്ട്ലി ഏകദേശം അതുപോലെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു ഫ്രഷ്നെസ് തോന്നി. അതായത് ഇത്രയും കാലം ഇപ്പം നമ്മളിപ്പോൾ മഞ്ഞുമൽ ബോയ്സിലോ അല്ലെങ്കിൽ അത്തരം സിനിമകളിലൊന്നും കണ്ടിട്ടുള്ള ചന്തു സലീം കുമാറല്ല ഇതിനകത്ത്. കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ടുള്ള, കുറച്ചും കൂടെ ഒരു രസമുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ശരിക്കും ചന്തു സലീം കുമാർ ഇതിനകത്ത് വന്നേക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് വരുന്ന ക്യാമിയോ ആണ്. അതായത് ലോക ചാപ്റ്റർ 1 എന്ന് പറയുന്നത് എത്രത്തോളം വൈഡാണ്. അത് എന്തോരം വലിയൊരു യൂണിവേഴ്സാണ് ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ ആ ഓരോരോ റോളുകളും ഓരോരോ ക്യാമിയ അപ്പിയറൻസും വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കിട്ടും അത് എന്താണെന്നുള്ളത്. എന്നിട്ട് ഈ ക്യാമിയോകളെല്ലാം തന്നെ ബാക്ക് ടു മിത്ത് സ്റ്റോറി അതിലേക്ക് കണക്ട് ചെയ്യും കൂടെ ചെയ്യുമ്പോൾ അപ്പൊ ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ട് മോനെ, കിഡിലും ഫീലായിരുന്നു അത്. അപ്പൊ നമ്മുടെ മിത്തിൽ കണ്ടിട്ടുണ്ടാവും, അത് പറയുന്നില്ല, ഓക്കെ പോട്ടെ. അപ്പോൾ ആ ക്യാരക്ടറിന്റെ ബാക്കിയുള്ള തലമുറ അതിനൊക്കെ കാണിക്കുന്ന സമയത്ത് ഒരു രക്ഷയുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് ക്യാമിയ റോളുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ എസ്പെഷ്യലി ഒരു കാര്യം ശ്രദ്ധിക്കുക, പടം കഴിഞ്ഞ് ടൈറ്റിലെല്ലാം വന്നു പോയാലും തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകരുത്. കുറെ ആൾക്കാർ ഇറങ്ങിപ്പോയി. ആ ടൈറ്റിലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും ഒരു കിടിലൻ സാധനം വരാനുണ്ട്. ലോക ചാപ്റ്റർ 2 നിങ്ങൾ എന്തുകൊണ്ട് വെയിറ്റ് ചെയ്യണം എന്നുള്ളത് അവിടെയാണ് പറയുന്നത്. അതായത് നാളെ തന്നെ ലോക ചാപ്റ്റർ 2 ഒന്ന് ഇറക്കി തരുമോ എന്ന് നമുക്ക് ഫീൽ ചെയ്യും അത് കാണുന്ന സമയത്ത്. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം വരാനുണ്ട് ഈ ടൈറ്റിലെല്ലാം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കിടിലൻ സാധനം, അതായത് മേക്കിംഗ് കൊണ്ടും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ടും അതിന്റെ സിനിമാറ്റോഗ്രാഫി, അതിന്റെ VFX, ലൈറ്റിങ്, ഇതെല്ലാം കൊണ്ടും കിടിലനായിട്ടുള്ള, അതായത് കഥയല്ല ഡയറക്ടറുടെ മനസ്സിലുള്ള ആ ഒരു വിഷൻ ഉണ്ടല്ലോ, അതിനെ നമുക്ക് അങ്ങ് എടുത്ത് മുന്നോട്ട് വെച്ചെന്നേക്ക് എന്നാ പിടിച്ചോന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് അങ്ങോട്ട് സ്വീകരിക്കുക, നമ്മൾ ഇരുന്നങ്ങ് കാണുക എന്നുള്ളതാണ്. പിന്നെ നല്ല തിയേറ്ററിൽ, നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള തിയേറ്ററിൽ, നല്ല സ്ക്രീനുള്ള ഒരു തിയേറ്ററിൽ പോയി നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നിങ്ങളുടെ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കൂടും എന്നുള്ളതാണ്.